സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, സാക്കിർ നായിക്കിന് ശേഷം പുതിയൊരു കോട്ടുമുക്രി വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധയോടൊക്കെ ഇരിക്കണം. ഇല്ലെങ്കിൽ ഓൻ പറയുന്നത് കേട്ടില്ല എന്ന് വരും. ചിലപ്പോൾ ഓൻ പറയുന്നത് കേൾക്കാതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓന് ദേഷ്യം വന്നാലോ. കാരണം ഈ ദേഷ്യം എന്ന് പറയുന്നത് ഒരു കൂടപ്പുറപ്പ് വിഷയമാണല്ലോ പലരുടെയും. അതിപ്പോൾ ഇവിടെ പുതിയൊരാൾ രംഗപ്രവേശം ഒരു കോട്ടൊക്കെ ഇട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനാണ്. പുള്ളിക്ക് ബൈബിളിനെ പറ്റി അറിയാം, പക്ഷേ ഇസ്ലാമിനെ പറ്റി അറിയത്തില്ല എന്ന് തോന്നുന്നു. ഇസ്ലാമിനെ പറ്റി അറിയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം കോട്ടൊക്കെ ഇട്ടുകൊണ്ട് മറ്റൊരു സാക്കിർ നായിക്കിനെ പോലെ വന്ന് നിന്ന് ഭയങ്കര അങ്ങ് ജൽപ്പനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനതിന് ചെറിയൊരു മറുപടി കൊടുത്തു. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇത് യേശു പ്രവാചകനാണെന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം സ്ലൈഡൊക്കെ കാണിച്ച് ഞാനതിനൊരു മറുപടി ചെറിയ രീതിയിൽ കൊടുത്തു. എങ്കിലും അത് മാത്രം പോരല്ലോ. നമ്മൾ കൊടുക്കുമ്പോഴത്തേന് ശകലം സമൃദ്ധിയായിട്ട് കൊടുക്കാൻ വേണ്ടിയാണല്ലോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമൃദ്ധിയായിട്ട് അങ്ങ് കൊടുക്കാമെന്ന് വെച്ചു. സമൃദ്ധിയായിട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ധാരണയുണ്ട്, നമുക്ക് ഖുറാനും അറിയത്തില്ല, ബൈബിളും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ദാവാ പ്രവർത്തകർക്ക് മാത്രമേ ഖുറാനും ബൈബിളും ഒക്കെ അറിയത്തുള്ളൂ. അതൊരു വല്ലാത്തൊരു വിഷമഘട്ടത്തിലുമാണ് അവർ കരയുന്നത്. അതിൻ്റെ കാരണം ഒന്നും അറിയാതിരുന്ന നമ്മുടെ ആ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഖുറാനെ പറ്റി ഒന്നും അറിയാതിരുന്ന കാലത്ത്, ഹദീസിനെ പറ്റി ഒന്നും അറിയാതിരുന്ന കാലത്ത് ഇവരുടെ ആൾക്കാർ തന്നെ തീരുമാനിച്ചു, എന്നാൽ ഞങ്ങളുടെ ഗ്രന്ഥം ഖുറാനും ഹദീസും മറ്റുള്ള ഗ്രന്ഥങ്ങളും എന്താണെന്ന് പൊതുജനത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടേ കാര്യമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഇവരിലൂടെ പ്രവർത്തിച്ചു എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ബൈബിള് കാലങ്ങളായി അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, പരിഭാഷപ്പെടുത്തി എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചു. ഇപ്പോഴും പരിഭാഷപ്പെടുത്തുന്നുണ്ട്. പല ലിപികൾ ഇല്ലാത്ത സ്ഥലത്ത് സംസാരം മാത്രം ലിപിയില്ല, അത് ലിപിയാക്കി മാറ്റി ബൈബിൾ ഇപ്പോഴും പരിഭാഷപ്പെടുത്തി പല സ്ഥലങ്ങളിലും വടക്കേന്ത്യ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ മഹാകരുണ ആ ദേവദാസന്മാരോട് തോന്നിയിരിക്കുന്നതാണ്, അല്ല വേറെ ഒന്നുമല്ല. ഇവർ തീരുമാനിച്ചത് അറബിയിൽ ഉള്ള ഈ ഗ്രന്ഥം, അറബിയിലാണല്ലോ ഇറക്കിയിരിക്കുന്നത്. അറബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറേഷികളുടെ ഗോത്രഭാഷയിൽ ഇറക്കിയിരിക്കുന്ന, പിന്നെ ബാക്കിയുള്ളത് കുറച്ച് ഭാഗം മാത്രമാണ് അറബി ഭാഷയിൽ ഇറക്കിയിരിക്കുന്നത്. ഖുറേഷികളുടെ ഗോത്രഭാഷയിലാണ് ഇറക്കിയിരിക്കുന്നത്. ആ ഗ്രന്ഥം വെച്ച് നമുക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മലയാളത്തിലേക്കൂടെ പരിഭാഷപ്പെടുത്തി കേരളക്കരയിലുള്ള അല്ല ഇന്ത്യയിലുള്ള എല്ലാവരെയും അവരവരുടെ ഭാഷയിൽ ഈ ഖുറാനും ഹദീസുകളും പഠിപ്പിക്കണം. കാരണം വിശുദ്ധ വേദപുസ്തകത്തിനെതിരായി ഉലകത്തിൽ ഒരു പുസ്തകം വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഖുറാനാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു സകല മനുഷ്യൻ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിനെ നേരെ വിപരീതമാക്കി പിശാചിനാൽ ബോധനം കൊടുത്ത ഒരു പുസ്തകം എന്ന് വേണം പറയാൻ. അത് ഞാൻ പറഞ്ഞതല്ല, പല ആൾക്കാരും പറയുന്നുണ്ട്. ആ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് കേട്ടോ, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. കാരണം ഇവർക്ക് ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികളെ പിഴച്ചവരെയെന്ന് വിളിക്കാം, യഹൂദന്മാരെ പിഴച്ചവരെയെന്ന് വിളിക്കാം, യഹൂദന്മാരെ പന്നികളെന്ന് വിളിക്കാം, ക്രിസ്ത്യാനികളെ പിഴച്ചവരെന്ന് ഇവർക്ക് വിളിക്കാം. ഒരു കുഴപ്പമില്ല. ഇവരെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വിളിക്കണമെന്ന് ബൈബിളിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഖുറാൻ്റെ അടിസ്ഥാനത്തിലും ഇവരെ എന്ത് വിളിക്കണമെന്നും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ തന്നെ എന്ത് വിളിക്കണമെന്നും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് വിളിക്കാൻ പോകുന്നില്ല. വിളിക്കേണ്ട സാഹചര്യങ്ങൾ എത്രത്തോളം കടന്നുപോയെന്ന് ഇവർക്കറിയാം. ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, എം അക്ബറും കൂട്ടരും അല്ലെങ്കിൽ XY ആരും ആയിക്കോട്ടെ, അവരെന്ത് ചെയ്തു, നേരെ ഖുറാനും ഒക്കെ എടുത്ത് നേരെ സ്റ്റേജുകൾ വലിച്ചു കെട്ടിക്കൊണ്ട് പറഞ്ഞു യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല എന്ന് പറഞ്ഞു വന്നപ്പോൾ ന്യായമായിട്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണമായിരുന്നു. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം പണിത് അക്ഷരാഭ്യാസം കൊടുത്തവരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി. അവരെന്ത് ചെയ്തു, നേരെ ഖുറാൻ മലയാള പരിഭാഷ, ഇംഗ്ലീഷ്, ഹിന്ദി എന്ന് വേണ്ട ഏത് ഭാഷയിൽ കിട്ടിയോ അതെല്ലാം ഞങ്ങളെപ്പോലുള്ളവർ മേടിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം നേരെ ഇസ്ലാം എന്താണെന്നും മുഹമ്മദ് എന്താണെന്നും നേരെ പുറത്തേക്ക് വിടാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ എയറും കഴിഞ്ഞ് ആകാശവും കഴിഞ്ഞു, ഏഴാനാകാശവും കഴിഞ്ഞു, അതിനപ്പുറവും കഴിഞ്ഞ് നിൽക്കുകയാണ്. കാരണം താഴിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. റോക്കറ്റ് പോയിട്ടേ ആ വഴിക്ക് അങ്ങ് പോയി എന്ന് പറഞ്ഞ കണക്ക്. അങ്ങനെ ഇവർ എടുത്ത തീരുമാനമാണ് എന്ത്, എത്രയും പെട്ടെന്ന് ഈ
ഞങ്ങളുടെ പ്രവാചകനെ ഒന്ന് താഴെ ഇറക്കാൻ ഏതെങ്കിലും രീതിയിൽ ഒരു പരിപാടി ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ചില മദ്രസ കുഞ്ഞുങ്ങൾ, മദ്രസ ബോയികൾ ഇപ്പോൾ പുതിയ പരിപാടിയായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നാളുകൾക്ക് മുമ്പേ നമ്മൾ ദൈവദാസന്മാർ, ദൈവമക്കൾ പൊളിച്ചടുക്കി കൈ തന്നതാണ്. എങ്കിലും നിങ്ങളുടെ ഒരു ആശ്വാസത്തിന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഈ പുതിയ ആളിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇദ്ദേഹമാണ് പുതിയ പരിപാടിയായിട്ട് കോട്ടൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തെ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കി വെച്ചു. നമുക്ക് ആവശ്യം വരുമല്ലോ. ഇദ്ദേഹത്തിലൂടെ ഇങ്ങനെ വന്ന് പറയുന്നവരിലൂടെ ക്രിസ്ത്യാനികളായ, സത്യക്രിസ്ത്യാനികളായ എന്ന് വെച്ചാൽ മനസ്സിണക്കപ്പെട്ട കുറേ എണ്ണമുണ്ട്, ഇസ്ലാമുമായിട്ട് മനസ്സിണക്കപ്പെട്ട കുറേ എണ്ണമുണ്ട്. അവരല്ലാതെ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന, അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആയിക്കോട്ടെ, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന അവരെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളവർ ഇത്തരം ക്ലിപ്പുകളുമായിട്ട് വരുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ക്ലിപ്പ് കേൾക്കാതെ കാര്യം നടക്കത്തില്ലല്ലോ. ക്ലിപ്പിലേക്ക് പോകാം. മോശെ പ്രവാചകന് കർത്താവ് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചു കൊടുത്ത മഹത്തായ വേദഗ്രന്ഥമാണ് തോറ അഥവാ തൗറാത്ത്. ക്ലിപ്പ് കേട്ടല്ലോ. ഇദ്ദേഹം വന്നിട്ട് പറയാം, മോശ പ്രവാചകന് കർത്താവ് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചു കൊടുത്ത മഹത്തായ ഗ്രന്ഥമാണ് തോറ അഥവാ തൗറാത്ത്. മോശ പ്രവാചകന് കർത്താവായ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചു കൊടുത്തു. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നതേ മോശയ്ക്ക് കർത്താവായ ദൈവം തമ്പുരാൻ കൊടുത്തതാണ് എന്ത്, ഈ ഗ്രന്ഥം. സമ്മതിച്ചു. തോറ അഥവാ തൗറാത്ത്. അല്ല മുസ്ലിമേ, അല്ല ഇസ്ലാമിക ലോകമേ, ഈ മോശമായിട്ട് നിങ്ങൾക്കെന്ത് ബന്ധം? മോശക്കിറക്കി കൊടുത്ത ഈ തൗറാത്തുമായിട്ട് നിങ്ങൾക്കെന്ത് ബന്ധം? നിങ്ങൾക്കെന്ത് ബന്ധമാണുള്ളത്? ഖുറാൻ്റെ അകത്ത് എവിടെയെങ്കിലും 1 മുതൽ 114 അധ്യായമുള്ള ഖുറാൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ഫാത്തിഹ മുതൽ തുടങ്ങുന്ന ഈ ഖുറാൻ്റെ അകത്ത് എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ മൂസയ്ക്കിറക്കി കൊടുത്തതാണ്, അല്ലെങ്കിൽ മൂസയിലേക്ക് നേരിട്ട് കൊടുത്തതാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്ന ഒരു ഭാഗം, ഒരു ആയത്തൊന്ന് കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് എന്താണ് ഈ തോറയിൽ പറഞ്ഞിരിക്കുന്ന എന്ത് കാര്യമാണ് നിങ്ങൾ അനുസരിക്കുന്നത്? തോറയിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? 10 കൽപ്പന. ഇനി എല്ലാ മുസ്ലിങ്ങളും നാണവും ഉളുപ്പും ഇല്ലാതെ പറയുന്ന ഒരു കാര്യമാണ് മോശയും മൂസയും ഒന്നാണ്. അതൊരു ഉളുപ്പില്ലാത്ത ഇടപാടാണ്. കാരണം ഖുറാനും ബൈബിളും വെച്ച് താരതമ്യ പഠനം ഇല്ലാത്തവർക്ക് പറ്റിയ ഗതികേടാണിത്. നിങ്ങൾ ഖുറാനും ബൈബിളും വെച്ചുകൊണ്ട് നിങ്ങളൊരു താരതമ്യ പഠനം നടത്തൂ ദാവാക്കാരെ, അല്ലെങ്കിൽ വിമർശകരെ. മനസ്സിലായോ? നിങ്ങളിങ്ങനെ വന്നിട്ട് ഈ കുഞ്ഞിപ്പിള്ളേർ കിടന്നുകൊണ്ട് കരയുമ്പോൾ പാൽക്കുപ്പിക്കകത്ത് പാലൊഴിച്ച് തരുന്ന കണക്ക് ഈ പരിപാടി അങ്ങോട്ട് നിർത്തിയിട്ട് നിങ്ങളിതൊന്ന് താരതമ്യ പഠനം ചെയ്തു നോക്കും. അപ്പോഴും അറിയാൻ സാധിക്കും ഇത് രണ്ടും രണ്ടാണെന്നുള്ളത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മോശയും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ആ കഥയിൽ പറഞ്ഞിരിക്കുന്ന മൂസയും യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് യഥാർത്ഥ ഇത്. അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിക ലോകത്തിന് ഒരു നിലപാടില്ല എന്നുള്ളത് തന്നെയാണ്. അതും ഒരു പ്രശ്നമാണ്. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കാം ഈ മൂസയും മോശയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അത് വല്ലാത്തൊരു പ്രശ്നത്തിലൂടെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്കത് ബോധ്യമാകും. ഇവിടെ മോശയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകം വായിച്ചവർക്ക് നമുക്കറിയാൻ സാധിക്കും. ഇസ്രായേൽ ജാതിയിൽ ലേവ്യ ഗോത്രത്തിൽ കൊഹത്യാകുലത്തിൽ അമ്രാം എന്ന വ്യക്തിയുടെ മകനായിട്ടാണ് മോശ ജനിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 20 വരെയുള്ള ഭാഗമൊക്കെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാം. അതിങ്ങനെയാണ്, അമ്രാം തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ വിവാഹം കഴിച്ചു. അവൾ അവന് അഹ്റോനെയും മോശയും പ്രസവിച്ചു. അമ്രാമിൻ്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഒന്ന്, ഏത് കുലം, ഏത് ഗോത്രം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഏകദേശം ഒരു വിശദീകരണം വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഈ വന്ന് കർത്താവ് പൊന്നു തമ്പുരാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന നിങ്ങളെപ്പോലുള്ള മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, മൂസ ഏത് ഗോത്രത്തിൽ, ഏത് കുലത്തിൽ, ആരുടെ മകനായിട്ടാണ് ജനിച്ചതെന്ന് ഈ ഖുറാൻ്റെ അകത്തുനിന്ന് ഒരു ആയത്ത് തരാമോ? ഒരു മഹാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു,
ഏ ഒരാൾ എൻ്റെ അടുത്ത് ഒരു ഖുറാൻ എൻ്റെ തിരിച്ചു മേടിച്ചുകൊണ്ട് പോയി, തന്ന ഖുറാൻ തിരിച്ചു മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ അടുത്ത് ഈസ യേശു ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. യേശുവിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. ഈസയുടെ അർത്ഥം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും പറയാം, ഈ പേരിൻ്റെ അർത്ഥത്തിലൊന്നും ഒരു കാര്യമില്ല സഹോദര, നമ്മൾ എന്തിനാ അത് അന്വേഷിക്കുന്നത്? ഞാൻ ചോദിച്ചു സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറയുന്നതോ? അത് ഞങ്ങളുടെ മുത്തു റസൂലാണ്. അത് നല്ല പരിപാടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരിന് അർത്ഥമില്ലാത്തതുകൊണ്ട് പേരിൽ അർത്ഥമില്ല, പക്ഷെ സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞപ്പോഴത്തേനും അത് ഞങ്ങളുടെ മുത്തു റസൂലാണ്, അത് ഭയങ്കരമാണ്, കാരണം എല്ലാവരും സ്തുതിക്കപ്പെടും. അത് പിന്നെ അങ്ങോട്ട് പുകഴ്ത്താൻ തുടങ്ങി. അപ്പൊ ഈ മോശ ഏത് കുലത്തിലാണ് ഏത് ഗോത്രത്തിലാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ മൂസ ഏത് ഗോത്രത്തിൽപ്പെട്ടതാണ് ഏത് കുലത്തിൽപ്പെട്ടതാണെന്നുള്ളത് നിങ്ങളൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് എന്ന് ഞാൻ കരുതുന്നു. അത് വെച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് പറ്റുമായിരിക്കും. അടുത്തത് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 5 മുതൽ 10 വരെ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് മോശയെ ദത്തെടുത്തത് ഫറവോന്റെ പുത്രിയാണെന്ന് വിശുദ്ധ ബൈബിളിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. മോശയെ ദത്തെടുത്തത് ഫറവോന്റെ പുത്രിയാണെന്ന്. അതിങ്ങനെയാണ്. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തുകൂടി നടന്നു. അവൾ ഞാങ്ങളുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തു കൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു. അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമോ എന്ന് ചോദിച്ചു. ഫറവോന്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് പൈതലിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. ഫറവോന്റെ പുത്രി അവളോട്, നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തി. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞു. അവൾ അവന് മോശ എന്ന് പേരിട്ടു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള ഭാഗമാണ്. ഈ വിശുദ്ധ വേദപുസ്തകം ഈ വാക്യം വായിച്ചിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവർക്കും അറിയാം, സത്യക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവർക്കും അറിയാൻ സാധിക്കും ഇതെന്തായിരുന്നു സംഭവം എന്നുള്ളത്. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? ഫറവോന്റെ പുത്രിയാണ് മോശയെ ദത്തെടുത്തത്. ഫറവോന്റെ പുത്രി. ഈ സകലതും അറിയുന്ന അല്ലാഹു, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. അള്ളാഹുവിന് ഒരു കാരണവശാലും തെറ്റുപറ്റത്തില്ല. അള്ളാഹുവാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നതെന്ന് പറഞ്ഞ മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, ഈ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെയും കാലത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം വന്ന മുഹമ്മദിന്റെ കാഴ്ചപ്പാടിൽ ഇത് മൊത്തം അങ്ങ് മാറിപ്പോയി. എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം, ഇത് മൊത്തം അങ്ങ് മാറിപ്പോയി. ഇവിടെ മോശയെ ദത്തെടുത്ത ഫറവോന്റെ പുത്രിയാണ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഖുറാന്റെ അകത്തേക്ക് വന്നപ്പോഴത്തേനും പണി പാളി. ഫറവോന്റെ ഭാര്യയായിപ്പോയി. ഫറവോന്റെ ഭാര്യയാണ് മൂസയെ ദത്തെടുക്കുന്നത്. അത് അധ്യായം 28-ന്റെ 9-10. എന്നിട്ട് ഫിറോന്റെ ആളുകൾ അവനെ നദിയിൽ നിന്ന് കണ്ടെടുത്തു. അവൻ അവരുടെ ശത്രുവും ദുഃഖഹേതുവും ആയിരിക്കാൻ വേണ്ടി തീർച്ചയായും ഫിറോവിനും ഹാമാനും അവരുടെ സൈന്യങ്ങളും അബദ്ധം പറ്റിയവരായിരുന്നു. അബദ്ധമാണല്ലോ, മൊത്തം അബദ്ധത്തിൽപ്പെട്ട് കിടക്കുകയാണ്. ഫിറോവിനും മാത്രമല്ല, എല്ലാവരും, ഫിറോവിനും ഹാമാനും മാത്രമല്ല, ഇസ്ലാമിൽ നിൽക്കുന്നവരെല്ലാം അബദ്ധത്തിൽപ്പെട്ട് കിടക്കുകയാണ്. ഫിറോവിന്റെ ഭാര്യ പറഞ്ഞു, എനിക്കും അങ്ങേക്കും കണ്ണിന് കുളിർമയായ എത്രേ ഈ കുട്ടി, അതിനാൽ ഇവനെ നിങ്ങൾ കൊല്ലരുത്. ഇവൻ നമുക്ക് ഉപകരിച്ചേക്കാം, അല്ലെങ്കിൽ ഇവനെ നമുക്കൊരു മകനായി സ്വീകരിക്കാം. അവർ യാഥാർത്ഥ്യം ഗ്രഹിച്ചിരുന്നില്ല. അധ്യായം 9-10. എന്തായി? നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായോ? ഫിറോവിന്റെ ആളുകൾ അവൻ എന്ത് ചെയ്തു? ഫിറോവിന്റെ ആളുകൾ അവനെ കണ്ടെടുത്തു. ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പ, അവളുടെ ദാസിമാർ നദീതീരത്ത് കൂടി നടന്നു. ദാസിമാര് കണ്ടു. ഇവിടെ ഫിറോവിന്റെ ആളുകൾ അവനെ കണ്ടെടുത്തു. വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് അങ്ങ് സഹിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ തുറന്നു കാട്ടി തരുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളൊരു കാര്യം മനസ്സിലായി, ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്.
ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഇതേ പരിപാടിയായിട്ട് നമ്മുടെ കുട്ടികളിലൊക്കെ എടുത്തു വന്നിട്ട് അള്ളാഹു യഹോവ ഒന്നാണ്, യേശു ഈസ ഒന്നാണ്, ഈ മൂസയും മോശ ഒന്നാണ് എന്ന് വേണ്ട, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നവരെല്ലാം ഒന്നാണ്, പേരിന്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമെന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാള് കൂടെ പഠിക്കുന്നവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടുകളിൽ ഈ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇതൊരു മതനിന്ദയോ വർഗീയതയോ ഒന്നും ഉണ്ടാക്കുകയല്ല. അവർക്ക് അവരുടെ കുട്ടികളെ എത്രത്തോളം ഇസ്ലാമിന്റെ അകത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ഗ്രന്ഥങ്ങളെ പരിഹസിച്ചും വൃത്തികേടാക്കിയും അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. ഇവരുടെ പുസ്തകത്തെ അങ്ങനെ തന്നെ തുറന്ന് കാണിച്ചു കൊടുത്താൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. ഇങ്ങനെയാണെന്നങ്ങ് പറഞ്ഞു കൊടുത്താൽ വ്യാഖ്യാനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. മനസ്സിലായോ? അത് ചെയ്യുന്നതിന്റെ കാര്യം വേറെ ഒന്നുമില്ല. പല മാതാപിതാക്കളും കണ്ണീര് കുടിക്കണ്ടെന്ന് വെച്ച് തന്നെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. എന്നെ കേട്ടവരോട് എല്ലാവരോടും പറയുകയാണ്. അടുത്തത്, മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനം അഭ്യസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മോശ മിസ്രൈമിയിലായിരുന്നല്ലോ, ആ സമയത്ത് സകല ജ്ഞാനം അഭ്യസിച്ചു എന്ന് ബൈബിളിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 7-ാം അധ്യായം 20-22 പറയാണ്. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്തു തന്റെ മകനായി വളർത്തി. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 20 മുതൽ 20, 21, 22 ഭാഗങ്ങളാണ് ഈ കേട്ടത്. ഇതിൻ്റെ അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വായിച്ചല്ലോ. ഫറവോന്റെ മകൾ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല ഫറവോന്റെ ഭാര്യയെന്ന് ഇവിടെയും വന്നിട്ടില്ല. അതേപോലെ തന്നെ ദിവ്യസുന്ദരനായിരുന്നു, അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി എന്നുള്ള കാര്യം പഴയ നിയമം നമ്മൾ വായിക്കുമ്പോഴത്തേനും അവിടെ കാണാം. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. മോശ അവിടെ ആയിരുന്ന സമയത്ത് മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, കൂട്ടുമുക്കരെയും കൂട്ടരോടും ചോദിക്കുകയാണ്, മൂസാ നബിക്ക് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നു? മൂസ നിങ്ങളുടെ നബിയാണല്ലോ മൂസ. ഈ മൂസയ്ക്ക് എഴുത്തും വായനയും അറിയാമോ? ഇതേപോലെ സകല കാര്യങ്ങളിലും ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ സമർത്ഥനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ മൂസയ്ക്ക് ഇതുപോലെ എല്ലാ കാര്യങ്ങളും സമർത്ഥനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ഖുറാനായത്ത് തരാം. ഖുറാനാണല്ലോ നിങ്ങൾക്ക് പ്രധാനം. ഈ ചില മുസ്ലിങ്ങളുണ്ട് ഖുറാനിന്ന് ചോദിക്കുമ്പോൾ ഹദീസിന്ന് തരും, ഹദീസിന്ന് ചോദിക്കുമ്പോൾ ഖുറാനിന്ന് തരും. ഇത് രണ്ടീന്നും ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവര് പറ്റുമെങ്കിൽ ബൈബിളിൻ്റെ അകത്തേക്ക് കയറും, അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത ഹിന്ദു പുരാണങ്ങളിലേക്ക് കയറി എവിടെയെങ്കിലുമൊക്കെ കയറി ഇവർ തപ്പി അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കും. നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ ഖുറാൻ്റെ അകത്തുണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് ചോദിക്കുകയാണ്, ക്രിസ്തീയ ലോകം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഖുറാൻ്റെ അകത്ത് എവിടെയെങ്കിലും മൂസാ നബി എഴുതാനും വായിക്കാനും അറിയാവുന്നവനായിരുന്നുള്ളതിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാമോ? അടുത്തത്, മോശ വിവാഹം കഴിച്ചത് മിദ്യാനിലെ പുരോഹിതനായ ഇത്രോ എന്ന് വിളിക്കപ്പെടുന്ന റഘുവേലിന്റെ മകളായ സിപ്പോറയാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 18, 19, 20, 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം. അവൾ തങ്ങളുടെ അപ്പനായ റഘുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ, നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെയെന്ന് അവൻ ചോദിച്ചു. ഒരു മിസ്രൈമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങൾക്ക് വെള്ളം കോരി തന്നു, ആടുകളെ കുടിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു. അവൻ തന്റെ പുത്രിമാരോട്, അവൻ എവിടെ? നിങ്ങൾ അവനെ വിട്ടേച്ചു പോകുന്നതെന്തു? ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. മോശയ്ക്ക് അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി. അവൻ മോശയ്ക്ക് തന്റെ മകൾ സിപ്പോറയെ കൊടുത്തു. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്തുള്ള കാര്യമാണ് ഈ പറഞ്ഞത്, അല്ലാതെ ഖുറാന്റെ അകത്തൊന്നും ഞങ്ങൾ അടിച്ചു മാറ്റിയെന്നൊന്നും പറയരുതേ. കാരണം ഖുറാന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല. മനസ്സിലായോ? ഖുറാന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ ഖുറാന്റെ അകത്തേക്ക് വന്നപ്പോഴത്തേനും മറ്റൊരു രീതിയിൽ ഇതെത്തി എന്നുള്ളത് ശരിയായ കാര്യമാണ്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. അധ്യായം 28, 26 മുതൽ 26, 27 ആയത്തുകൾ. ആ 2 സ്ത്രീകളിൽ ഒരാൾ പറഞ്ഞു, എൻ്റെ പിതാവേ, ഇദ്ദേഹത്തെ താങ്കൾ കൂലിക്കാരനായി നിർത്തുക. തീർച്ചയായും താങ്കൾ കൂലിക്കാരായി എടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ ശക്തനും വിശ്വസ്തനുമായിട്ടുള്ളവനത്രേ. അദ്ദേഹം പറഞ്ഞു, നീ 8 വർഷം എനിക്ക് കൂലിവേല ചെയ്യണം എന്ന വ്യവസ്ഥയിൽ എൻ്റെ ഈ 2 പെൺമക്കളിൽ ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇനി 10 വർഷം നീ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം. നിനക്ക് പ്രയാസമുണ്ടാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നല്ല നിലയിൽ വർത്തിക്കുന്നവരിൽ ഒരാളായി നിനക്കെന്നെ കാണാം. അദ്ദേഹം പറഞ്ഞു, ഞാനും താങ്കളും തമ്മിലുള്ള നിശ്ചയം അത് തന്നെ. ഈ 2 അവധികളിൽ ഏത് ഞാൻ നിറവേറ്റിയാലും എന്നോട് വിരോധമുണ്ടാകരുത്. നാം പറയുന്നതിന് അല്ലാഹു സാക്ഷിയാകുന്നു. അധ്യായം 28, 26, 27 ആയത്തുകളാണ്. നിങ്ങളിത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി? അപ്പുറത്ത്
വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് എന്ത്, ആ ഇത്ര വേഗം വന്നത് എന്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴത്തേന് അവിടെ വളരെ വ്യക്തമായിട്ട് ഒരു മിസ്രൈമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഞങ്ങൾക്ക് വെള്ളം കോരിത്തന്നു, അങ്ങനെ വന്നു. അതിനുശേഷം ഇത്രോടെടുത്ത് വന്ന് മോശയ്ക്ക് അവരോട് പാർപ്പാനും ഒരു കുഴപ്പമില്ലായിരുന്നു, മടിയില്ലായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, മോശയ്ക്ക് തൻ്റെ മകൾ സിപ്പോറയെ കൊടുത്തു എന്ന് എഴുതി വെച്ചിരിക്കുക. ഇവിടെ പറയുകയാണ്, ഖുറാൻ്റെ അകത്തേക്ക് വന്ന് പറയുകയാണ്, നീ 8 വർഷം എനിക്ക് കൂലിവേല ചെയ്യണം എന്ന വ്യവസ്ഥയിൽ എൻ്റെ ഈ 2 മക്കളിൽ ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാം ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത് ഈ കോപ്പി അടിക്കുമ്പോഴേ പറ്റിപ്പോയ അബദ്ധമായി. ഇത് ബൈബിളിൻ്റെ അകത്ത് വേറൊരു ഭാഗമാണിത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി? ബൈബിളിൻ്റെ അകത്തുള്ള വേറൊരു ഭാഗത്തെയാണ് ഇദ്ദേഹം മോശയുടെ കാര്യത്തിൽ മേൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തത്, അങ്ങോട്ട് കയറ്റി വെച്ചത്. അത് ഈ എഴുത്തുകാർക്ക് പറ്റിയ അബദ്ധമാണോ അള്ളാഹുവിന് പറ്റിയ അബദ്ധമാണോ എന്ന് ഒരു സംശയം നെല്ലിക്കുകയാണ്. മനസ്സിലായോ? ഇത് സത്യം പറഞ്ഞാൽ ഇത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എവിടാണെന്നറിയാവോ? ഉൽപ്പത്തി പുസ്തകം 29 അധ്യായന്റെ 15 മുതൽ 21 വരെയുള്ള ഭാഗത്താണ് ഈ കിടക്കുന്നത്. അത് യാക്കോബും ലാബാനുമായിട്ടുള്ള വിഷയമാണ്. മനസ്സിലായോ? ലാബാന് യാക്കോബുമായിട്ടുള്ള അപ്പൻ്റെ അടുത്തുനിന്ന് യാക്കോബ് വരികയും ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 29 അധ്യായന്റെ 15 മുതൽ 21 വരെയുള്ള ഭാഗത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ലാബാൻ യാക്കോബിനോട്, നീ എൻ്റെ സഹോദരനാകൊണ്ട് വെറുതെ എന്നെ സേവിക്കുമോ? നിനക്കെന്ത് പ്രതിഫലം വേണം എന്നോട് പറക എന്ന് പറഞ്ഞു. എന്നാൽ ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. ലേയായുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, റാഹേലോ സുന്ദരിയും മനോഹര രൂപിയുമായിരുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത്, എന്നോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി. അനന്തരം യാക്കോബ് ലാബാനോട്, എൻ്റെ സമയം തികഞ്ഞിരിക്കാൻ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരണം എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായന്റെ 15 മുതൽ 21 വരെയുള്ള ഭാഗത്താണ് ഇത് ഉള്ളത്. ഖുറാൻ്റെ അകത്തേക്ക് വന്നപ്പോഴത്തേനും ഈ ആകെ പ്രശ്നമായിപ്പോയി. 8 വർഷം എനിക്ക് കൂലിവേല ചെയ്യണം, എൻ്റെ 2 പെൺമക്കൾ ഒരാളെ നിനക്ക് വിവാഹം ചെയ്തേനെ. ഇങ്ങനെ ഒരു കാര്യം മോശയുമായിട്ട് ഇത്രോ പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും ബൈബിളിനകത്തുണ്ടോ? ഇല്ല. ഈ കോപ്പി അടിച്ചപ്പോഴത്തേനും അല്ലെന്നുണ്ടെങ്കിൽ എഴുതി വന്നപ്പോഴത്തേനും ഒന്നെങ്കിൽ അള്ളാഹു പറയാതെ എന്നൊക്കെയാണ് ഖുറാൻ എഴുതത്തില്ലല്ലോ. അപ്പം അള്ളാഹുവിന് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റാണ്, ഖുറാനിൽ പറയുന്ന അള്ളാഹുവിന് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു എന്ത്, ഇത്. മൊത്തം തെറ്റിക്കിടക്കുന്നവർക്ക് ഇതൊരു തെറ്റായിട്ട് തോന്നത്തുമില്ല. അത് വേറൊരു വശം. അപ്പൊ ഇവിടെ 7 സംവത്സരം നിന്നെ സേവിച്ച് 2 പെൺമക്കളുള്ള ലാബാന്റെ അടുത്ത് ആര് പറയുന്നതാണ്, യാക്കോബ് പറയുന്ന വിഷയത്തെ ഇത് നേരെ കൊണ്ടുവന്ന് മോശയുടെ തലയിലേക്ക് വെച്ചിട്ട് ഇതാണ് ഇറക്കി തന്ന ഏറ്റവും വലിയ ഗ്രന്ഥം എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് നടക്കുന്ന കോട്ടുമുക്രിയോട് ചോദിക്കുകയാണ്, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇവർ തമ്മിലുള്ള വ്യത്യാസം കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ടോ? ഈ കിട്ടിയ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ സാധനങ്ങൾ കിട്ടുമ്പോഴത്തേന് ഇതുമായിട്ട് പോയെന്ന് പരിശോധിക്കണം. അന്ധമായിട്ടുള്ള ക്രിസ്തീയ വിരോധം വെച്ചുകൊണ്ട്, അന്ധമായിട്ടുള്ള ബൈബിൾ വിരോധം വെച്ചുകൊണ്ട്, അന്ധമായിട്ടുള്ള ഈ യേശുവിനോടുള്ള വിരോധം വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. ഇത്രയ്ക്ക് വിരോധം എന്തിനാണ് നിങ്ങൾക്ക് ഞങ്ങളോട്? ഒന്നുമില്ലെങ്കിൽ ബർക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾക്കൊരു പ്രവാചകനെയും ലഭിച്ചത്, ശരിയല്ലേ? ഖദീജയുടെ ആ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആ ടെസ്റ്റിലും ഒരു ബലം കിട്ടാത്തതുകൊണ്ടല്ലേ ബർക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് അങ്ങനെയും ഒരു പ്രവാചകനെ ഇസ്ലാമിന് തന്നതല്ലേ? എന്തിനാണ് ഞങ്ങളോട് ഇത്രയ്ക്ക് വിരോധം? അതുകൊണ്ട് ഈ 7 സംവത്സര വിഷയം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായേ? ഇതാണ് ഈ കോപ്പി അടിച്ച് ഒരു കാരണവശാലും ഒരു പരീക്ഷ എഴുതരുത് കേട്ടോ. അറിയത്തില്ലെങ്കിൽ എഴുതാതിരിക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും. മോശ 40 വർഷം മിദ്യാനിലുണ്ടെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയാണ്. 40 വർഷം മിദ്യാനിലുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 27-30 വാക്യങ്ങൾ, 27, 28, 30. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരി ന്യായകർത്താവാക്കിയതും ആർ? ഇന്നലെ മിസ്രൈമ്യനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്നു പാർത്തു.
അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജാലയിൽ അവന് പ്രത്യക്ഷനായി. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 30 വരെയുള്ള ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്. അവിടെ 2 പുത്രന്മാരെ ജനിച്ച് 40 ആണ്ട് മിദ്യാനിൽ ഉണ്ടായിരുന്നതാണ്. 40 ആണ്ട് മിദ്യാനിൽ ജീവിച്ച ഒരാളായിരുന്നു ആര്? ഈ മൂസ എന്ന് ഇവർ പറയുന്ന മോശ. കാരണം ഇവർക്കൊരു ഇത് വേണമല്ലോ, ഒരു സന്തോഷം വേണമല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും മജീഷിന്റെ വായിൽ നിന്ന് മൂസ എന്നുള്ള പേര് വന്ന്, നിങ്ങൾ പറയുന്ന മൂസ എന്ന മോശ, ഞാൻ പറയുന്ന മോശയും നിങ്ങൾ കൊണ്ടു കിടക്കുന്ന മൂസയും തമ്മിൽ രണ്ടാണെന്നുള്ളത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ഇനി ഖുറാൻ്റെ അകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാം. അധ്യായം 28-28. അങ്ങനെ മൂസ ആ അവധി നിറവേറ്റുകയും തൻ്റെ കുടുംബവും കൊണ്ട് യാത്ര പോവുകയും ചെയ്തപ്പോൾ പർവ്വതത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഒരു തീ കണ്ടു. അദ്ദേഹം തൻ്റെ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കൂ, ഞാനൊരു തീ കണ്ടിരിക്കുന്നു. അവിടെ നിന്ന് വല്ല വിവരമോ അല്ലെങ്കിൽ ഒരു തീക്കൊള്ളിയോ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നേക്കാം, നിങ്ങൾക്ക് തീ കായാമല്ലോ. ഇവിടെ മൂസയുടെ വിഷയത്തിന്മേൽ എവിടെയായിരുന്നു മൂസ ഉണ്ടായിരുന്നത്? എത്ര വർഷം ഉണ്ടായിരുന്നു? ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു? ആരെയൊക്കെ ജനിപ്പിച്ചു? കുട്ടികൾ എത്ര ഉണ്ട്? അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു വിഷയം? ഒരു കാര്യമില്ല കേട്ടോ. 40 ആണ്ട് മിദ്യാനിൽ ജീവിച്ചു എന്ന് പറയുന്ന മൂസ എന്ന് ഇവർ പറയുന്ന മോശ എവിടെയാണ് ജീവിച്ചത്? ഇവിടെ 28-28 ഞാനൊരു തീ കണ്ടിരിക്കുന്നു, അവിടെ നിന്ന് വല്ല വിവരവും ലഭിക്കുമോ? ഒരു തീക്കള്ളിയോ കൊണ്ടോട്ടെ, ഇതിനു വേണ്ടിയാണോ അങ്ങോട്ട് വിളിച്ചത്? അവിടെ ദൂതൻ തീ, അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആ മുൾപ്പടർപ്പ് നിന്ന് കത്തുകയാണ്. ആ കത്തുമ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നില്ല, അത് വെന്തു പോകുന്നില്ല, അതിന് വാട്ട പിടിക്കുന്നില്ല, പക്ഷെ തീയുണ്ട്. ആ ഒരു അത്ഭുതം കാണാൻ വേണ്ടിയാണ്, ഇതെന്താണെന്ന് ഞാൻ പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നയാളാണ്. മനസ്സിലായോ? അവിടെ പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റാം. വിശുദ്ധമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത്, മോശം മിദ്യാനിൽ വെച്ച് തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹെറോബിൽ ചെന്നപ്പോഴാണ് ദൈവത്തിന്റെ ദർശനം ഉണ്ടായത് എന്ന് ബൈബിൾ പറയുന്നു. ഹെറോബിൽ ചെന്നപ്പോഴാണല്ലോ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ദർശനം ഉണ്ടായതെന്ന് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് കാണാം. മോശം മിദ്യാനിലെ പുരോഹിതന് തൻ്റെ അമ്മായിയപ്പനുമായ യിത്രോവിനെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹൊരോബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശയെ മോശ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്നും അവൻ അരുളിച്ചത്. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗം. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹെരോബിൽ വെച്ചാണ് യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജാലന് പ്രത്യക്ഷപ്പെട്ടതെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഈ മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കാണാൻ ചെന്നയാളാണിത്. അവിടെ യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പറയാണ്, നീ ഇത് വിശുദ്ധ ആകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളയുക എന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിന്നീട് പറയുന്ന കാര്യമാണ് ഈ ദാവാപ്രവർത്തകർ വന്നിട്ട് പറയുന്നത്, അബ്രഹാമിന്റെ ദൈവം അല്ലാഹു, ഇസാക്കിന്റെ ദൈവം അല്ലാഹു, യാക്കോബിന്റെ ദൈവം അല്ലാഹു എന്നും പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. ഇതൊരു നാണംകെട്ട പരിപാടിയാണ്. കാരണം ഇവർക്ക് 99 നാമങ്ങളിൽ എവിടെയും അല്ലാഹുവിന് യഹോവ എന്നൊരു നാമം ഉള്ളതായിട്ട് എഴുതി പോലും വെച്ചിട്ടില്ല. അതുകൂടാതെ വന്നിട്ട് പറയാണ്, ഇത് അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ദാവാക്കാരോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ദൈവത്തെ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അല്ലാഹു എന്നും പറഞ്ഞുകൊണ്ട് അറബി ഖുറാൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന അല്ലാഹു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ അറബി ബൈബിൾ എടുത്തുകൊണ്ട് വന്നിട്ട് പറയും അല്ലാഹു കണ്ടോ,
അള്ളാഹു കണ്ടോ, അബ്രഹാമിൻ്റെ ദൈവമായ അള്ളാഹു എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പരിഭാഷയിൽ അങ്ങനെ ദൈവം എന്ന് പറയുന്ന സ്ഥലത്ത് അള്ളാഹു എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ആ ദൈവം എന്നുള്ള ഭാഗത്ത് പേര് വെളിപ്പെടുത്തിയതിന് ശേഷം അള്ളാഹു എന്ന് എഴുതിയിട്ടുണ്ടോ? അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ ആ ഭാഗത്ത് അത്യുന്നതനായ അള്ളാഹുവിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് അംഗീകരിച്ചു തരാൻ തയ്യാറാണ്. അവിടെ വരുമ്പോഴത്തേന് ഇവർക്ക് ഒരുമാതിരി ചൊറിച്ചില. അങ്ങനെ വരാൻ പാടില്ല. നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇവിടെ പറയാണ്, മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇത് ഒരിക്കലും മാറ്റമില്ലാത്ത, ഒരിക്കലും ഒരു കാരണവശാലും വള്ളി കൊണ്ടോ പുള്ളി കൊണ്ടോ മാറ്റമില്ലാത്ത ഖുറാൻ്റെ അകത്ത് നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം. അധ്യായം 9 അതിൻ്റെ 12. മൂസായുടെ വർത്തമാനം നിനക്ക് വന്ന് കിട്ടിയോ? അതായത് അദ്ദേഹം ഒരു തീ കണ്ട സന്ദർഭം. അപ്പോൾ തൻ്റെ കുടുംബത്തോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിൽക്കൂ, ഞാനൊരു തീ കണ്ടിരിക്കുന്നു. ഞാൻ അതിൽ നിന്ന് കത്തിച്ചെടുത്തുകൊണ്ടുവന്ന് നിങ്ങളുടെ അടുത്ത് വന്നേക്കാം. അല്ലെങ്കിൽ തീയുടെ അടുത്ത് വല്ല വഴികാട്ടിയെ ഞാൻ കണ്ടേക്കും. അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ ഇപ്രകാരം വിളിച്ചു പറയപ്പെട്ടു, ഹേ മൂസ, തീർച്ചയായും ഞാനാണ് നിന്റെ രക്ഷിതാവ്. അതിനാൽ നീ നിന്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കുക. നീ തൂവ എന്ന പരിശുദ്ധ താഴ്വരയിലാകുന്നു. ഹെരോബ് തൂവയായി മാറി. പിന്നെ ഇത്രോടെ ആടുകളെയും മേയിച്ചുകൊണ്ട് വന്ന ആളാണ്. പക്ഷെ ഇവിടെ കുടുംബം അതിൻ്റെ അകത്ത് കയറി വന്നു. അപ്പം ഞാനൊരു തീ കണ്ടിരിക്കുന്നു, ഞാൻ അതിൽ നിന്ന് കത്തിച്ചെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. പക്ഷെ അവിടെ എന്താണ്, മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, വെന്തു പോകാത്ത എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇനി തീയുടെ അടുത്ത് വല്ല വഴികാട്ടിയെ ഞാൻ കണ്ടേക്കാന്ന്, വഴിമുട്ടി നിൽക്കുകയാണല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ഇവരുടെ അവസ്ഥ. അങ്ങനെ അദ്ദേഹം അടുത്ത് ചെന്നപ്പോഴത്തേനുമാണ്, ഹേ മൂസ, തീർച്ചയായും ഞാനാണ് നിന്റെ രക്ഷിതാവ്. അതിനാൽ നിന്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കുക. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മോശേ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റാൻ. ഇത് അങ്ങനെ അങ്ങോട്ട് വരുന്നില്ല. കാരണം ഈ കോപ്പി അടിച്ചവർക്കറിയാം, പെട്ടെന്ന് എഴുതാൻ പറ്റത്തില്ല. നീ തൂവ എന്ന പരിശുദ്ധ താഴ്വില്ല. അവിടെ വന്നപ്പോഴത്തേനും മൊത്തം പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. ഇതാണ് ഇവരുടെ അവസ്ഥ. എന്നിട്ടും വന്നിട്ട് പറയും, ഇത് ഞങ്ങളുടെ പുസ്തകമാണ് ഏറ്റവും നല്ലത്, അതിനപ്പുറത്തേക്ക് ഒരു പുസ്തകവും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പുസ്തകത്തിൽ വിശ്വസിക്കുന്നവർ ഏറും കഴിഞ്ഞാൽ അതിനപ്പുറത്തും പോയി നിൽക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. ഇനി മോശയുടെ വാക്ക് ഫറവോ അനുസരിക്കാത്തതുകൊണ്ട് മിസ്രൈമിൽ ദൈവം 10 ബാധകൾ വരുത്തിയെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നൈൽ നദിയിലെ ജലം രക്തമായി മാറി, രാജ്യം മുഴുവൻ തവള നിറഞ്ഞു, നിലത്തിലെ പൊടി പേനായി മാറി, ദേശത്ത് നായീച്ച നിറഞ്ഞു, അതികഠിനമായ വ്യാധി കൊണ്ട് മിസ്രൈമ്യരുടെ മൃഗങ്ങളെല്ലാം ചത്തു, മനുഷ്യരെയും മൃഗങ്ങളെയും പരുവാദിച്ചു, കൽമഴയും തീയും ഉണ്ടായി, വെട്ടിക്കിളി ബാധ, 3 ദിവസത്തെ കൂരിരുട്ട്, മിസ്രൈമിലെ ആദ്യജാതന്മാരുടെ കടിഞ്ഞൂലുകളുടെ സംഹാരം. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് 10 ബാധകൾ എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ബൈബിൾ വെച്ച് പരിശോധിക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി അറിയാവുന്ന ദൈവദാസന്മാർ എല്ലാവരും ആണല്ലോ, നിങ്ങളെല്ലാവരും. അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഖുറാനിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേനും പണിവാളി. ഖുറാൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേനും മൂസ ചെയ്തത് 9 ദൃഷ്ടാന്തങ്ങളേ ഉള്ളൂ. ഒരെണ്ണം അങ്ങ് പോയി. അത് ഏതാണെന്ന് ഞാൻ പിന്നീട് പറയാം. നമുക്ക് ഈ 9 ദൃഷ്ടാന്തം ഒന്ന് വായിച്ചു നോക്കാം. നിശായാത്ര 17:101. തീർച്ചയായും മൂസയ്ക്ക് നാം പ്രത്യക്ഷമായ 9 ദൃഷ്ടാന്തങ്ങൾ നൽകിയുണ്ടായി. അദ്ദേഹം അവരുടെ അടുത്ത് ചെല്ലുകയും, മൂസ, തീർച്ചയായും നിന്നെ ഞാൻ മാരണം ബാധിച്ച ഒരാളായിട്ടാണ് കരുതുന്നത് എന്ന് ഫിറൗൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്ത സന്ദർഭത്തെപ്പറ്റി ഇസ്രായേൽ സന്തതികളോട് നീ ചോദിച്ചു നോക്കുക. ഇവിടെ 9 ദൃഷ്ടാന്തങ്ങളേ ഉള്ളൂ, 10 എണ്ണമില്ല. കണക്കിലും പുറകോട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെയായിരുന്നു ആ 9 എണ്ണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സത്യനിഷേധികൾക്ക് മൂസ നബിയുടെ പ്രവാചകത്വം ബോധ്യമാകേണ്ടതിനും 9 തെളിവുകൾ അദ്ദേഹം മുഖേന അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി. 1, അദ്ദേഹത്തിൻ്റെ കൈ തൂവള്ള നിറമായി മാറുന്നത്. 2, അദ്ദേഹത്തിൻ്റെ വടി പാമ്പായി തീരുന്നത്. 3 മുതൽ 9 വരെയുള്ള അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്ക് അള്ളാഹു അനുഭവിപ്പിച്ച കെടുതികളത്രേ. വരൾച്ച, വിഭവ ദൗർബല്യം, പ്രളയം, വെട്ടുക്കിളി, പേൻ, തവള, രക്തം എന്നിവയാണ് ഈ സംഭവങ്ങളെല്ലാം കൂടെ ഇവിടെ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത്. ബൈബിളിൻ്റെ അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വടി പാമ്പായി തീരുന്നതിൻ്റെ അകത്ത് ഈ 10 ബാധയ്ക്ക് പുറത്തുള്ള കാര്യമാണ്. ഇനി
കൈ വെള്ള നിറമായി മാറുന്നതും ഈ 10 ബാധയ്ക്കും പുറത്തുള്ള കാര്യമാണ്. ശരിയാണേ, ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി അനുഭവിച്ച വിഭവസമൃദ്ധമായ ദൗർബല്യം, പ്രളയം, വെട്ടുക്കിളി, പേൻ, തവള, രക്തം ഇതെല്ലാം ഏകദേശം വരുന്നുണ്ടെങ്കിലും 10ാമത്തെ ബാധയായ മിസ്രൈമിലെ ആദ്യജാതന്മാരുടെ കടിഞ്ഞൂലുകളുടെ സംഹാരത്തെപ്പറ്റി പറയുമ്പോൾ ഇവർക്ക് അവിടെ എഴുതാൻ പറ്റത്തില്ല. കാരണം കട്ടളപ്പടിമേൽ എന്ത് ചെയ്തു? കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചു. ആ കുഞ്ഞാട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവായി മാറും. അത് എഴുതി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും ഇവർക്ക് അംഗീകരിക്കേണ്ടി വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? അതും അങ്ങ് വിഴുങ്ങി. മനസ്സിലായോ? ബാധകൾ ഇവരെ പിന്തുടർന്നുകൊണ്ട് സഞ്ചരിച്ചു പോകുന്നതല്ലാതെ ബാധയിൽ നിന്ന് ഒഴിവ് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുസ്ലിം ലോകമേ, നിങ്ങൾ രക്ഷപ്പെട്ടു. യഹോവ മിസ്രൈമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേല്യർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു എന്ന് പുറപ്പാട് ദിവസം 14:31 വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക. കാരണം ഇത്രയും കാര്യങ്ങൾ ഇത് ചെയ്തു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങളെ വിടുവിക്കാൻ ദൈവം അയച്ച ആളാണ് ആര്? മോശ എന്നുള്ളതും. യഹോവയായ ദൈവത്തെ ജനം ഭയപ്പെടുകയും ഇസ്രായേൽ ജനം ഭയപ്പെടുകയും, അങ്ങനെ ഈ യഹോവയെ ഭയപ്പെടുക മാത്രമല്ല, യഹോവയിലും ഞങ്ങൾക്കൊരു രക്ഷ തരുവാൻ വേണ്ടി ദൈവം അയച്ച മോശയിലും ആ ദൈവമായ യഹോവയിലും ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കെ ഈ ഖുറാൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേനും ആകെ പണി വരികയാണ് ചെയ്തത്. കാരണം അധ്യായം 2 പശുവിൻ്റെ 55 പറയാണ്, ഓ മൂസ, ഞങ്ങൾ അല്ലാഹുവെ പ്രത്യക്ഷമായി കാണുന്നവരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. തന്നിമിത്തം നിങ്ങൾ നോക്കി നിൽക്കെ ഇടുത്തി നിങ്ങളെ പിടികൂടി. ഈ വെള്ളിടി വെട്ടലും ഇടുത്തി പരിപാടിയൊക്കെ ഇവർക്കുള്ളൂ. മൊത്തം വെള്ളിടി വെട്ടല, മൊത്തം ഇടിവെട്ടി പോകുന്ന ഇടപാടല്ല, ഒന്നുമില്ല. ഇവിടെ പറയാണ്, ഓ മൂസ, ഞങ്ങൾ അല്ലാഹുവെ പ്രത്യക്ഷമായി കാണുന്നത് വരെ. പിന്നെ മൂസയുടെ അടുത്ത് വന്നിട്ട് പുള്ളി മരത്തെ കയറിയിരുന്ന് മരത്തേലിരുന്ന് സംസാരിച്ചല്ല, മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ ഈ അല്ലാഹു എന്ന് പറയുന്നത് ദൈവത്തിന് പറ്റിയിട്ടില്ല എന്നുള്ളത് ഖുറാൻ്റെ അകത്ത് വ്യക്തമായിട്ടുണ്ട്. മരത്തേലിരുന്നുണ്ട്, വൃക്ഷത്തേലിരുന്നുണ്ട് വിളിക്കുന്നുണ്ട്, മൂസ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതൊക്കെയാണ് വശം. ഇനി വേറൊരു കാര്യം, ഓ മൂസ, ഞങ്ങൾ അല്ലാഹുവെ പ്രത്യക്ഷമായി കാണുന്നത് വരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഇതങ്ങോട്ട് പറഞ്ഞു തരികയില്ല, ഇടുത്തി നിങ്ങളെ പിടികൂടി. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരെ, അള്ളാഹുവെ പ്രത്യക്ഷമായി കാണുന്നവരെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ മുഴുവനുമായിട്ട് ഇടുത്തി പിടികൂടിയോ അതോ കുറച്ചേ ഉള്ളൂ? അതൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞങ്ങൾക്കും സംശയങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. അടുത്തത്, മോശ ദൈവത്തോടൊപ്പം പർവ്വതത്തിലായിരുന്ന സമയത്ത് ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ മോശ താഴേക്ക് ഇറങ്ങി വന്ന് തൻ്റെ സഹോദരനായ അഹ്റോനെ ശാസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ദേഹോദ്രവം ഏൽപ്പിക്കുന്ന ഒരു കാര്യം അവിടെ ചെയ്തിട്ടില്ല. ശാസനം ഉണ്ടായിട്ടുണ്ട്. കാരണം ഏൽപ്പിച്ചിട്ട് പോയ ആൾ തന്നെ ഇതിനെ മൊത്തം കൂടെ തകിടം മറിച്ച് ജീവനുള്ള ദൈവത്തോട് മോശ പർവ്വതത്തിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടെ ജീവനില്ലാത്ത കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന ആ ഒരു വിഷയത്തിലേക്ക് വന്നപ്പോഴത്തേനും കോപം ഉണ്ടായി, ശാസിച്ചു. ശരിയാണ്, പക്ഷെ ഒരിക്കലും ദേഹോദ്രവം ഏൽപ്പിച്ചിട്ടില്ല. അതിന് തെളിവായിട്ട് പുറപ്പാട് ദിവസം 32:21 മുതൽ 24 വരെ വായിക്കുമ്പോൾ കാണാം, മോശ അഹ്റോനോട്, ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അതിന് അഹ്റോൻ പറഞ്ഞത്, യജമാനന്റെ കോപം ജ്വലിക്കരുതേ, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്, യജമാനന്റെ കോപം ജ്വലിക്കരുതേ. സ്വന്തം അഹ്റോൻ സ്വന്തം മോശയോട് പറയുകയാണ്, യജമാനെ കോപം ജ്വലിക്കരുതേ. അവിടെ അടിയും ബഹളവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ദേഹോദ്രവം ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ ഇവർ പറയുന്ന ഇവരുടെ മാറ്റമില്ലാത്ത ഖുറാൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേനും ആകെ ഉപദ്രവമായി മാറുകയാണ്. ഇവർക്ക് അതാണല്ലോ പറ്റുന്നത്. ഇവർക്ക് പറ്റുന്ന പരിപാടി അങ്ങനെയാണല്ലോ. അത് അധ്യായം 20 അതിൻ്റെ 94 എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം ഹാറൂൻ പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ മകനെ, നീ എൻ്റെ താടിയിലും തലയിലും പിടിക്കാതിരിക്കൂ. ഇസ്രായേൽ സന്തതികൾക്കിടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കി കളഞ്ഞു. എൻ്റെ വാക്കിന് നീ കാത്തുനില്ല എന്ന് നീ പറയുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ് ഉണ്ടായത്. മനസ്സിലായോ? ഈ മൂസയെക്കാട്ടിലും ബോധം എന്തൊക്കെയാളും ഈ ഹാറൂൻ ഉണ്ടെന്നാണ് ഇവിടെ തോന്നുന്നത്. കാരണം
എന്നെ ഉപദ്രവിക്കത്തില്ല, പക്ഷെ എൻ്റെ വാക്ക് നീ കാത്തു നിന്നില്ല, നീ പറയുമെന്ന് ഞാൻ ഭയപ്പെടുകയായിരുന്നു. കാരണം ഭിന്നിപ്പുണ്ടാക്കിയല്ലോ. അപ്പം നീ എൻ്റെ താടിയിലും തലയിലും പിടിക്കാതിരിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൂടാതെ 7:150 പറയാണ്, കുപിതനും ദുഃഖിതനുമായിക്കൊണ്ട് തൻ്റെ ജനങ്ങളിലേക്ക് മടങ്ങി വന്നിട്ട് മൂസ പറഞ്ഞു, ഞാൻ പോയ ശേഷം എൻ്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ച കാര്യം വളരെ ചീത്ത തന്നെ. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കൂട്ടുകയും അദ്ദേഹം പലകകൾ താഴെയിടുകയും തൻ്റെ സഹോദരൻ്റെ തല പിടിച്ച് തൻ്റെ അടുക്കലേക്ക് വലിക്കുകയും ചെയ്തു. അവൻ സഹോദരൻ പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ മകനെ, ജനങ്ങൾ എന്നെ ദുർബലനായി ഗണിച്ചു, അവരെന്നെ കൊന്നേക്കുമായിരുന്നു. അതിനാൽ എന്നോട് കയർത്തുകൊണ്ട് നീ ശത്രുക്കൾക്ക് സന്തോഷത്തിന് ഇടവരുത്തരുത്. അക്രമികളായ ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കണക്കാക്കുകയും ചെയ്യരുത്. 7:150 വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. അവിടെ മോശ അഹ്റോന്റെ തല പിടിച്ച് വലിക്കുകയോ താടിയെ പിടിച്ച് വലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ തൻ്റെ സഹോദരൻ്റെ തല പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോഴത്തേനും പറയാണ്, എൻ്റെ ഉമ്മയുടെ മകനേന്ന് വിളിക്കുകയാണ്. അപ്പുറത്ത് വിളിച്ച എൻ്റെ യജമാനെന്നാണ് വിളിച്ചത്. മനസ്സിലായോ? നിങ്ങളിത് മനസ്സിലാക്കണം, എത്രത്തോളം വികൃതമാക്കിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നവരെ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ജനങ്ങളുടെ മുമ്പാകെ മോശ വളരെയധികം മാന്യതയോടെ തന്നെ പെരുമാറി. ജനം അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. യഹോവ അയച്ച ആ മോശയിലും ആ ദൂതനിലും വിശ്വസിച്ചവർക്ക് വളരെ വ്യക്തമായിട്ട് എന്താണ്, ആ ജനങ്ങളോട് വളരെ മാന്യമായിട്ട് പെരുമാറി. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 12 മുതൽ 16 വരെ. മോശ കൽപ്പിച്ചിരുന്നത് പോലെ രുബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രവും ഇസ്രായേൽ മക്കൾക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു. ഏകദേശം 40,000 പേർ യുദ്ധസന്നദ്ധരായി. യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിന് എരീഹോ സമഭൂമിയിൽ കടന്നു. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിൻ്റെയും മുമ്പാകെ വലിയവനാക്കി. അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവൻ്റെ ആയുഷ്കാലം ഒക്കെയും ബഹുമാനിച്ചു. യഹോവ യോശുവയോട് സാക്ഷ്യപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരോട് യോർദാനിലിരുന്ന് കയറുവാൻ കൽപ്പിക്കുക എന്ന് അരുളി ചെയ്തു. ഇവിടെ കണ്ടോ, അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവൻ്റെ ആയുഷ്കാലം ഒക്കെയും ബഹുമാനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആരെ? യോശുവയുടെ വിഷയമാണ് പറഞ്ഞത്. യോശുവയുടെ കാരണം ഇവിടെ പറയുകയാണ്, എല്ലാ ഇസ്രായേലിൻ്റെ മുമ്പാകെ വലിയവനാക്കി യോശുവയെ. എന്നിട്ട് പറഞ്ഞു, അവർ മോശയെ ബഹുമാനിച്ചതുപോലെ. ബഹുമാനത്തോട് തന്നെയായിരുന്നു മോശയുടെ മുമ്പാകെ അവർ ചെന്നിരുന്നത്. ബഹുമാനവും സ്നേഹവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവർ ആ മരുഭൂമി യാത്രയിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് വളരെ ബഹുമാനവും സ്നേഹവും മോശയോടുണ്ടായിരുന്നു. പല സമയത്തും അവർ പിറുപിറുത്തെങ്കിൽ പോലും മോശയ്ക്കും തിരിച്ച് അതേപോലെ തന്നെ അവരോട് സ്നേഹവും ഉണ്ടായിരുന്നു, ബഹുമാനവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ പറയണ, അവനെയും ആരെ? യോശുവയെയും അവൻ്റെ ആയുഷ്കാലം ഒക്കെയും ബഹുമാനിച്ചു. യോശുവയുടെ കാലത്ത് മോശയെ എങ്ങനെ ബഹുമാനിച്ചിരുന്ന പോലെ ഇസ്രായേൽ മക്കൾ എങ്ങനെ മോശയെ ബഹുമാനിച്ചോ, എങ്ങനെ മോശയെ സ്നേഹിച്ചോ, അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഈ യോശുവയും അവൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്ത് ചെയ്തു? സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാം ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിളിനകത്ത് എഴുതിയിരിക്കുകയാണ്. എന്നാൽ ഇവരുടെ പുസ്തകങ്ങൾ ഖുറാൻ്റെ അകത്തും ഹദീസിൻ്റെ അകത്തും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ഒരു പ്രശ്നമാണ്. വെറും ഒരു അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് മൂസ എന്ന് പറയുന്ന പ്രവാചകനെ ഇത്രത്തോളം ഉയർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഇവരുടെ ഒരു ഹദീസ് കൊണ്ട് വെറും നാണം കെടുത്തുന്ന രീതിയാണ് ചെയ്തത്. അതിങ്ങനെയാണ്. സ്വഹീഹുൽ ബുഖാരി അധ്യായം 5 ഹദീസ് നമ്പർ 191, പുറം 248, 250. അബൂ ഹുറൈറ പറയുന്നത്, തിരുമേനി അരുളി, ഇസ്രായേലിയർ നഗ്നരായിട്ടാണ് കുളിച്ചിരുന്നത്. നഗ്നത അവർ അന്യോന്യം നോക്കിക്കൊണ്ടുമിരിക്കും. മൂസ ഏകനായി കൊണ്ടാണ് കുളിച്ചിരുന്നത്. മൂസാക്ക് അണ്ടവൃദ്ധിയുണ്ടെന്നും അതുകൊണ്ട് അദ്ദേഹം നമ്മോടൊപ്പം കുളിക്കാത്തതെന്നും മറ്റുള്ളവർ കളിയാക്കി. പിന്നീട് ഒരിക്കൽ അസ്രത്ത് മൂസ കുളിക്കാൻ പോയി. വസ്ത്രം ഒരു കല്ലിന്മേൽ വെച്ചു. ഉടനെ കല്ല് ആ വസ്ത്രവും കൊണ്ടോടി. കല്ലേ എൻ്റെ വസ്ത്രം, കല്ലേ എൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് അസ്രത്ത് മൂസ പിന്നാലെയും. അവസാനം ഇസ്രായേലിയർ മൂസായെ നഗ്നരൂപത്തിൽ നോക്കിക്കണ്ടു. അവർ പറഞ്ഞു, അള്ളാഹുവാണേ, മൂസയ്ക്ക് യാതൊരു രോഗവുമില്ല. മൂസ അവിടെ വെച്ച് തൻ്റെ വസ്ത്രം എടുത്ത് എന്നിട്ട് കല്ലിനെ അടിക്കാൻ തുടങ്ങി. അബൂ ഹുറൈറ പറയുകയാണ്, മൂസ അടിച്ചതിൻ്റെ 6 or 7 അടയാളം ആ കല്ലിൽ അവശേഷിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി അധ്യായം 5 ഹദീസ് നമ്പർ 191, പുറം 248, 250. അണ്ടവൃദ്ധിയുള്ള ഒരു മനുഷ്യനാക്കി മൂസയെ കാണിച്ചിട്ട് ഈ മൂസ മറ്റുള്ളവർ ഇസ്രായേലിയർ നഗ്നരായിട്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത്. ഈ മുഹമ്മദും മരിച്ച്
240 വർഷത്തിന് ശേഷം വന്ന ബുഹാരിക്ക് എവിടുന്ന് കിട്ടിയത് ഇസ്രായേലിൽ നഗ്നരായിട്ടായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത്? ബൈബിളിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇസ്രായേലിൽ നഗ്നരായിട്ടായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്? ഖുറാൻ്റെ അത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നഗ്നരായിട്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത്? അതുകൂടാതെ അടുത്ത പറയാണ് മൂസായ്ക്ക് അണ്ടവൃത്തി ഉണ്ടെന്ന്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ വൃഷ്ണവീക്കം എന്ന് പറയും, വൃഷ്ണവീക്കം അല്ലെങ്കിൽ കിണ്ടിവീക്കം എന്നൊക്കെയാണ് പറയുന്നത്, കുട്ടനാട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ രോഗമുള്ള ഒരാളുടെ രോഗം മാറ്റുവാനല്ല ശ്രമിച്ചത്, പിന്നെന്താണ്, സംശയിച്ച് നിൽക്കുന്നവരുടെ മുമ്പിലൂടെ നഗ്നരായിട്ട് ഓടിക്കാനാണ് അള്ളാഹു എന്ന് പറയുന്ന ഇവരുടെ ദൈവം, ഇസ്ലാമിക ദൈവം എന്ത് ചെയ്തത്, താല്പര്യപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു എന്ന് പറയുന്ന ഈ മുസ്ലിങ്ങളുടെ ദൈവം എന്ത് ചെയ്തു, നഗ്നരായിട്ട് ഇവരുടെ മുമ്പിലൂടെ ഓടിച്ചിട്ട് പറയാണ് ദേ രോഗമില്ലാന്ന്. എന്നാൽ എൻ്റെ ഒരു ഇത് വെച്ചുകൊണ്ട് മൂസയ്ക്ക് അള്ളാഹു പറയാണ്, മൂസയെ നിന്നെപ്പറ്റി ഇന്ന പോലെ അവർ സംശയിക്കുന്നുണ്ട്, നീ അത് വ്യക്തമായിട്ട് അങ്ങ് വിളിച്ചു പറഞ്ഞാൽ പ്രശ്നം തീരത്തേ ഉള്ളൂ. ഇനി മൂസ അടിച്ചതിൻ്റെ 6 7 അടയാളം ആ കല്ലിൽ അവശേഷിച്ചിട്ടുണ്ട്. മൂസ അടിച്ചതിൻ്റെ കല്ലില് അടിയുടെ പാട് വീണ വിഷയം വിശുദ്ധ വേദോസ്തത്തിൽ മറ്റൊരു തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതെന്തൊക്കെയുള്ള അവിടെ വെച്ച് പുള്ളി അങ്ങ് ഒഴിവാക്കി വിട്ടു. അടുത്തത്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നെന്ന് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 3 എഴുതിയിരിക്കുക. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുക. ഇത് കേൾക്കുന്ന ചില ആൾക്കാരും വന്നിട്ട് ചോദിക്കും, അപ്പം മോശ മിസ്രൈമിൽ വെച്ച് ഒരുത്തനെ അടിച്ചു കൊന്നില്ലേ എന്ന് ചോദിക്കും. അടിച്ചു കൊന്നു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശരിയായ കാര്യം തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല, ശരിയായ കാര്യം തന്നെയാണ്. പക്ഷേ ആ മുൾപ്പടർപ്പിൽ വെച്ച് ആ മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന കാര്യം കണ്ടതിന് ശേഷം വിശുദ്ധ സ്ഥലത്തേക്ക് നിന്റെ ചെരുപ്പഴിച്ചു വെച്ച് കയറുക എന്ന് പറഞ്ഞതിന് ശേഷം മോശ ഒരാളെയെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ? ഇതുപോലെ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നിട്ടുണ്ടോ? സൗമ്യതയോടുകൂടി തന്നെയല്ലേ നടന്നത്. പിന്നീട് മോശ പല സ്ഥലത്തും ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഇല്ല എന്നല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് മോശയുടേതായിട്ടുള്ള കാര്യത്തിന്മേലല്ല, ഇസ്രായേൽ മക്കളെയും ഇസ്രായേൽ എന്ന് പറയുന്ന അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തിനെതിരായിട്ട് തിരിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, മോശ അവിടെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, മോശയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, കൽപ്പനകൾ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. എന്തിൻ്റെ കാര്യത്തിൽ? മോശയുടെ വ്യക്തിപരമായ കാര്യത്തിന്മേലല്ല, ദൈവത്തിനെതിരായി ദൈവത്തിനോട് മറുതലിച്ചു എന്നുള്ള കാരണത്താലാണ് അവിടെ ആ സംഭവം നടന്നിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല, ദൈവത്തിനോട് മറുതലിച്ചു, ദൈവം പറഞ്ഞ കാര്യങ്ങളോട് മറുതലിച്ചു, ദൈവം കൊടുത്ത കൽപ്പനകളോട് മറുതലിച്ചപ്പോഴാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന വിഷയം, മോശ എന്ന പുരുഷനോ ഭൂതലത്തിൽ സകല മനുഷ്യരുടെ അതിസൗമ്യനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മൾ ഒരു ഹദീസ് വായിച്ചു നോക്കാം, ഉള്ളി ആകെ പ്രശ്നക്കാരനാണ്. സൊഹീഹുൽ ബുഖാരി അധ്യായം 23 ഹദീസ് നമ്പർ 651 പേജ് 408. അബൂ ഹുറൈറ പറയുന്നു, മരണമലക്ക് മൂസയെ മരിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുന്ന് മലക്കിന്റെ മുഖത്ത് ഒരടി വെച്ചു കൊടുത്തു. അടി കൊണ്ട് മലക്കിന്റെ ഒരു കണ്ണ് പൊട്ടിപ്പോയി. ആ മലക്ക് തന്റെ നാഥന്റെ സന്നിധിയിൽ തിരിച്ചു ചെന്ന് ഇങ്ങനെ ബോധിപ്പിച്ചു, നാഥാ, മരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദാസന്റെ അടുക്കലേക്കാണ് നീ എന്നെ അയച്ചത്. അല്ലാഹു മലക്കിന്റെ കണ്ണ് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തിട്ട് കൽപ്പിച്ചു, നീ തിരിച്ചു ചെന്ന് മൂസയോട് തൻ്റെ കൈ ഒരു കാളയുടെ മുതുകിൽ വെക്കാൻ പറയണം. ആ കൈ കൊണ്ട് മൂടുന്ന ഓരോ രോമത്തിനും 1 വർഷത്തെ ആയുസ് നീട്ടിക്കൊടുക്കുന്നതാണ്. മൂസ ചോദിച്ചു, എൻ്റെ നാഥ, അതിന് ശേഷം എന്ത് സംഭവിക്കും? പിന്നെ മരണമായിരിക്കും. നാഥൻ പ്രത്യുത്തരം നൽകി. മൂസ പറഞ്ഞു, എങ്കിൽ ഇപ്പോൾ തന്നെ മരിക്കാൻ സന്നദ്ധനാണ്, പക്ഷേ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഒരു കല്ലെറിഞ്ഞാൽ എത്തുന്ന ദൂരത്തെത്തിയ ശേഷമേ തന്നെ മരിപ്പിക്കാവൂ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. ഞാനിവിടെ ആയിരുന്നെങ്കിൽ ചുവന്ന കുന്നിനടുത്തേക്കുള്ള വഴിയിൽ അദ്ദേഹത്തിന്റെ ഖബർ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു എന്ന് തിരുമേനി അരുളി. സൊഹീഹുൽ ബുഖാരി അധ്യായം 23 ഹദീസ് നമ്പർ 651 പേജ് 408. ഇവിടെ പറയുകയാണ്, അബൂ ഹുറൈറ പറയുന്നു, മരണമലക്കെ മരിപ്പിക്കാനൊക്കെ ഇവർക്ക് മലക്ക് വരുമ്പോഴത്തേനും ഈ മലക്കിന്റെ മുഖത്ത് ഒറ്റ പൊട്ടീരം കൊടുത്തു. ഒരു പൊട്ടീരം കൊടുത്തു കഴിഞ്ഞപ്പോഴും മലക്കിന്റെ കണ്ണങ്ങ് പൊട്ടിപ്പോയി. അല്ല, ഈ മലക്ക് എന്നിട്ടിപ്പോൾ മനുഷ്യരൂപത്തിലാണോ വന്നത്? ഇനി വേറൊരു കാര്യം, മലക്ക് എന്നിട്ട് തിരിച്ച് അള്ളാഹുവിനോട്, സർവജ്ഞാനിയാണ് അള്ളാഹു കേട്ടോ, ഭയങ്കര സർവജ്ഞാനിയാണ്, ഭയങ്കര സർവജ്ഞാനിയാണ് അള്ളാഹുവിനോട്, മരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുത്തൻ്റെ അടുത്തേക്കാണോ നീ എന്നെ അയച്ചത്? എങ്ങനെയുണ്ട്? അള്ളാഹു അള്ളാഹുവിൻ്റെ അടിമയായിട്ടുള്ള ആളിനെ
മരിക്കണോ ജീവിക്കണോ എന്നുള്ള കാര്യം പോലും അറിയാൻ പറ്റാത്ത സർവജ്ഞാനമില്ലാത്ത ഒരു ദൈവം അല്ലാഹു. അദ്ദേഹം മലക്കിനെ പറഞ്ഞു വിട്ടു. ചെന്ന വഴിക്ക് എന്ത് ചെയ്തു? കൈ നൂത്തൊരെണ്ണം കൊടുത്തു. അവൻ്റെ കണ്ണും പൊട്ടിപ്പോയി. മലക്കിൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ച ആളാണ് ആര്? ഖുറാനിൽ പറയുന്ന മൂസ. ഇവിടെ ദൈവദൂതനെ കണ്ടപ്പോഴത്തേനും ഭയഭക്തി ബഹുമാനത്തോടെയാണ് എന്ത് ചെയ്തത്? മോശ ചെന്നത്. ഇത് മലക്കിൻ്റെ കണ്ണടിച്ച് അങ്ങ് പൊട്ടിച്ചു. അള്ളാഹു മലക്കിൻ്റെ കണ്ണ് പൂർവ്വസ്ഥിതിയിലാക്കി അങ്ങ് കൊടുത്തു. ഒറ്റക്കണ്ണനായിട്ട് നടക്കുന്ന ഒറ്റക്കൊമ്പൻ അല്ലെങ്കിൽ ഒറ്റക്കണ്ണൻ തോമാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് പോലെ മലക്ക് നടന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? അള്ളാഹു മലക്കിൻ്റെ കണ്ണൊക്കെ അങ്ങ് റെഡിയാക്കി അങ്ങ് കൊടുത്തു. നീ തിരിച്ചെന്ന് മൂസയോട് ചോദിക്കണം. പിന്നീട് സത്യം പറഞ്ഞ അള്ളാഹു ചെന്നിട്ട് മൂസയോട് ഇരക്കുന്നത് പോലെയാണ്. നീ എപ്പം മരിക്കുമെന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലാണ് ഈ ദൂതനെ പറഞ്ഞു വിടുന്നത്. എൻ്റെ നാഥ, അതിനുശേഷം എന്ത് സംഭവിക്കും? പിന്നെ മരണമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പുള്ളി പറഞ്ഞു വിട്ട ആളിനെ അടിച്ചെങ്കിൽ, ഈ മലക്ക് നേരിട്ട് വന്ന് പടി കൊടുത്തെങ്കിൽ അള്ളാഹു നേരിട്ട് വന്നിരുന്നത് പുള്ളി എന്ത് ചെയ്തേനെ? അത് നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനപ്പെടുത്തിയാവും. ഇവിടെ ആവർത്തന പുസ്തകം 34:5-6 പറയണം. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോവാബ് ദേശത്ത് ബെത്ത് പേയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്ന് വരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. ഇതൊരു അത്ഭുത കാര്യമായിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം മോവാബ് ദേശത്ത് ബെത്ത് പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. യഹോവയുടെ വചനപ്രകാരമാണ് അവിടെ മോവാബ് ദേശത്ത് വെച്ച് എന്ത് ചെയ്തത്? മോശ മരിക്കുന്നതുമല്ല. അവനെ അവിടെ കാരണം മോവാബ് ദേശത്ത് ബെത്ത് പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്ന് വരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആവർത്തന പുസ്തകം 34:5-6 എഴുതി വെച്ചിരിക്കുക. അത് നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. എന്നാൽ മുഹമ്മദും മരിച്ച് 240 പരം വർഷത്തിന് ശേഷം വന്ന മുസ്ലിമിന് ഇതൊക്കെ ബോധ്യമായി. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 43 ഹദീസ് നമ്പർ 164. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുക, അനസ് ഇബ്നു മാലിക്കിന് റസൂൽ പറഞ്ഞു, ഇസ്രാഹ് ഉണ്ടായ രാത്രി ചുവന്ന മൺതിട്ടയ്ക്ക് സമീപം മൂസാ നബിയുടെ ഖബറിനടുത്തുകൂടെ ഞാൻ നടന്നു, അല്ലെങ്കിൽ ഖബറിനടുത്തേക്ക് ഞാൻ ചെന്നു. അദ്ദേഹം ആ അവസരത്തിൽ ഖബറിൽ നിന്ന് നമസ്കരിക്കുകയായിരുന്നു. ചിരിയല്ലാതെ എന്താണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഖബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശയെ അടക്കിയിരിക്കുന്ന ആ സ്ഥലം, അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ഒരാൾക്കും അറിയത്തില്ല. മുഹമ്മദും മരിച്ച് അതിനുശേഷം സഹാബികളും മരിച്ച് അതിനുശേഷം 240 പരം വർഷത്തിന് ശേഷം വന്ന് എഴുതിയ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ, സ്വഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ആൾ എഴുതി വെച്ചിരിക്കുകയാണ്, ഇസ്രാഖ് ഉണ്ടായ രാത്രി ചുവന്ന മഴ മൂസാ നബിയുടെ ഖബറിനടുത്തൂടെ ഞാൻ നടന്നത്, അല്ലെങ്കിൽ ഖബറിനടുത്തേക്ക് ഞാൻ ചെന്നു. അതെങ്ങനെ ഞാൻ നടന്നു എന്ന് പറഞ്ഞിട്ട് ആൾ ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഇന്ന സ്ഥലത്ത് വരെ നടന്നു, അല്ല ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഞാൻ ചെന്നു. നടന്നയാൾ പിന്നെ ചെല്ലേണ്ട കാര്യമുണ്ട്? നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലുമല്ലേ? അദ്ദേഹം ആ അവസരത്തിൽ ഖബറിൽ നിന്ന് നമസ്കരിക്കായിരുന്നു. ജ്ഞാനിയാണേ, ത്രികാല ജ്ഞാനിയാണ്, ഭയങ്കര ജ്ഞാനമുള്ള ആളാണ്. ആര്? ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഇവരുടെ പ്രവാചകൻ. പക്ഷെ ആത്മാവിനെ പറ്റി ചോദിച്ചപ്പോഴത്തേനും അന്തം വിട്ടു കുന്തം വിഴുങ്ങിയിരുന്ന അവസ്ഥയാണ്. എന്നിട്ട് മാനത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അത് അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളതാണ്. അള്ളാഹുവിന് ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് അടുത്ത വിഷയമാണ്. ഇവിടെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇതാണ് ഞാൻ പറയുന്നത്. ഈ അന്ധൻ ആനയെ കണ്ടു എന്ന് പറഞ്ഞ 5 അന്ധന്മാർ ആനയെ കണ്ടു എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ പറയാണ്, ഇതാണ് മുസ്ലിങ്ങളും ഖുറേഷികളും മുഹമ്മദിനെ കണ്ടപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്ന പോലാണ്. മനസ്സിലായോ? ഖുറേഷികളും മുഹമ്മദിനെ കണ്ടിട്ട് പറഞ്ഞു കുപ്പക്കുന്നിലെ ഈന്തപ്പന എന്ന് പറഞ്ഞു. എന്നാൽ മുസ്ലിങ്ങൾ മുഹമ്മദിനെ കണ്ടിട്ട് പറഞ്ഞു പ്രവാചകൻ എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ വ്യത്യാസം. കാരണം ഖുറേഷികൾ പറഞ്ഞത് എന്താണോ അതായിരിക്കുമല്ലോ ശരി. എന്നാൽ മുസ്ലിങ്ങളായിട്ടുള്ളവർ പറഞ്ഞു, ആ വിയർപ്പിന് അത്തറിൻ്റെ മണമാണ്, പുള്ളിയുടെ തുപ്പല് സൂപ്പറാണ്, പുള്ളിയുടെ അപ്പി ഭൂമി വിഴുങ്ങി, മൂത്രം ആരും കണ്ടിട്ടില്ല, ചിലവർ മൂത്രം കുടിച്ചിട്ട് വയറുവേദന മാറി എന്ന് വേണ്ട തക്കിട തരികിട പരിപാടികളെല്ലാം കാണിച്ചിട്ട് മുഹമ്മദിനെ ഉയർത്തുമ്പോൾ അപ്പുറത്ത് ഖുറേഷികൾ ഇരുന്നുകൊണ്ട് പറയുകയാണ് കുപ്പക്കുന്നിൽ മുളച്ചു വന്ന ഈന്തപ്പനെന്ന് വിളിച്ചവരാണ്. അപ്പോൾ അവിടെ 5 അന്ധന്മാര് ആനയെ തൊട്ടു നോക്കി വിശദീകരിച്ചതുപോലെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഖുറേഷികൾ എന്ത് ചെയ്തത്? ഖുറേഷികളും മുസ്ലിങ്ങളും മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ പറയുന്ന പോലെയാണ്. അപ്പോൾ ബൈബിള് വായിച്ചു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിങ്ങൾ ഇങ്ങനെ താരതമ്യപ്പെടുത്തി വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ
തക്കിയടിച്ച് ജീവിക്കുക എന്നതാണ് ഇവരുടെ രീതി. ഈ മഹാന് അതേ പറ്റത്തുള്ളല്ലോ, ശരിയല്ലേ? ഇവരെ പോലുള്ള ഈ കുഞ്ഞു ദാവാപ്പിള്ളാർക്ക് ഇതേ പറ്റത്തുള്ളൂ. തോറയിൽ നിന്ന് അവർ വ്യതിചലിച്ചു എന്ന് പറഞ്ഞല്ലോ, താങ്കൾ അത് പറഞ്ഞായിരുന്നു. എന്താണ് ആ വ്യതിചലിച്ചത്? അത് ഖുറാനിൽ നിന്നൊന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ പുസ്തകം അതാണല്ലോ. കാരണം ബൈബിള് തിരുത്തിയത് കൊണ്ടാണ് ഖുറാൻ ഇറക്കിയെന്നുള്ള വിശ്വാസമുള്ള മുസ്ലിങ്ങളായ നിങ്ങളോട് ചോദിക്കുന്നതാണ്. കാരണം നിങ്ങൾ പറയുന്നത് തിരുത്തി ബൈബിള് തിരുത്തി. അതുകൊണ്ട് ഇനി ഖുറാൻ്റെ അകത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ തിരുത്താത്ത ബൈബിൾ എടുത്തുകൊണ്ട് വന്നിട്ട്, തിരുത്താത്ത തോറ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കാണിച്ചു തന്നാൽ മതി ഇവരെങ്ങനെയാണ് വ്യതിചലിച്ചു പോയതെന്ന്. കാരണം നിങ്ങളുടെ ആ തിരുത്താത്ത പുസ്തകം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇത് പറയുന്നത്. അത് തുറന്ന് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ ഖുറാൻ്റെ അകത്ത് എവിടെയെങ്കിലും തോറ, സബൂർ, ഇഞ്ചീൽ ഇത് മൂന്നും തിരുത്തിയത് കൊണ്ടാണ് ഞാൻ ഖുറാൻ ഇറക്കിയതെന്ന് ഉണ്ടെങ്കിൽ ഖുറാനിൽ നിന്നൊന്ന് കാണിച്ചു തരണം. കാരണം ഈ ഒരു കാര്യം പറയാം, ഈ വഴിപിഴച്ച വിശ്വാസം അങ്ങ് വിടുന്നതാണ് സുഹൃത്തെ ഏറ്റവും നല്ലത്. വഴിപിഴച്ച വിശ്വാസം കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. നിങ്ങൾ വഴിപിഴച്ചവരായിട്ടാണോ ജീവിക്കുന്നത്? അള്ളാഹു വഴിപിഴപ്പിക്കും എന്നുള്ള കാര്യം ഖുറാൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ കേട്ട നിങ്ങളോട് പറയുകയാണ്, വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു രാജാവിനെ തിരഞ്ഞെടുത്താൽ, ഒരു പ്രവാചകനെ തിരഞ്ഞെടുത്താൽ, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ തിരഞ്ഞെടുത്താൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കണ്ടിരിക്കും. ഒരു പ്രത്യേകതയില്ലാതെ എവിടുന്നെങ്കിലും കോപ്പി അടിച്ച് ഞങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ചുകൊണ്ട് പോയി എഴുതിയ ഈ മൂസയുമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന മോശയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ല. നിങ്ങളത് വരുത്തി തീർക്കുന്നത് ഇസ്ലാമിൻ്റെ ഗതികേടാണ്. ഇസ്ലാമിൻ്റെ ഗതികേട് മാത്രമാണ്. ഈ ഒരു ഗതികേടിൽ എന്തിനാണ് സുഹൃത്തെ നിൽക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ഇതൊന്ന് താരതമ്യപ്പെടുത്തി വായിച്ചു നോക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ പുസ്തകമാണ് ഏറ്റവും നല്ല ഗ്രന്ഥം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സംവാദത്തിനോ ഞങ്ങൾ തയ്യാറാണ്. നിച്ചോട്രൂത്തുകാരൊക്കെ ഓടിപ്പരിക്കാത്ത കയറി കറങ്ങി ഇങ്ങനെ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇതേപോലുള്ള ആൾക്കാരെയൊക്കെ തൂണും തുരുമ്പൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുന്നുണ്ട്. ഈ മദ്രസ കുഞ്ഞുങ്ങളെ, മദ്രസ ബോയ്സ്, മനസ്സിലായോ? ഇതിനെയൊക്കെ ഇറക്കി വിട്ടുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ വന്നിട്ട് ഒരു കാലത്ത് എം അക്ബർ രണ്ട് കൈയും വിരിച്ചു എന്ന് പറയും. ഇതേപോലെ ഞങ്ങളുടെ ആശയങ്ങൾ തുറന്നു പറയുന്നത് പോലെ ആർക്കൊണ്ട് തുറന്നു പറയാൻ? ഇപ്പൊ എം അക്ബറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നമുക്ക് കേസ് കൊടുത്താലോ എന്ന്. അതൊരാൾ ചോദിക്കുന്നുണ്ട്. നമ്മളെ ഇസ്ലാമിലേക്ക് ഇത്രയും പറയും നമുക്ക് എന്താ കേസ് പറയാം, അത് ഇവിടുത്തെ കോടതിയും മറ്റുള്ളവരും ഒക്കെ തീരുമാനിക്കേണ്ടതാണെന്ന്. അതെന്തേ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എം അക്ബർ കേസ് കൊടുക്കുന്ന പരിപാടിയിലേക്ക് എത്തിയോ? അതിനെപ്പറ്റി അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, വഴിപിഴച്ച ഈ വിശ്വാസം മനസ്സിലായോ? മുൻകീറിനെ ശിക്ഷയെ കബർ ദണ്ഡനമൊക്കെ അടിമേടിച്ച് കാകള പോകുന്ന കാലം വരെ അടിമേടിച്ച് പോകുന്ന വഴിപിഴച്ച വിശ്വാസം വിട്ടിട്ട്, ഈ വഴിപിഴച്ച വിശ്വാസം എന്ന് പറയാനുള്ള കാരണം വഴിപിഴച്ചവരാണ്, പിഴച്ച വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്നാണ് ഒരു ഖുറാന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. ഏത് ഫാത്തിഹയുടെ 7-ാം ആയത്തുണ്ടല്ലോ, അതിൽ എഴുതി വെച്ചിരിക്കുന്ന വഴിപിഴച്ചവരുടെ കൂട്ടത്തിൽ ആ വഴിപിഴച്ചവർ ക്രിസ്ത്യാനികളാണെന്ന്. അതുകൊണ്ട് നിങ്ങളോട് പറയാം, ഞങ്ങളല്ല വഴിപിഴച്ചവർ. അങ്ങനെ വഴിപിഴച്ച് ജീവിച്ചു പോകേണ്ട സകല മനുഷ്യർക്കുമായി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന ആ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വഴിപിഴച്ചവരല്ല. ഞങ്ങൾ വഴിപിഴച്ച് ജീവിച്ചു പോകേണ്ട സാഹചര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നിത്യജീവൻ അവകാശികളായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേട്ട ഈ കോട്ടുമുക്കരയുടെ ആൾക്കാരോടും കോട്ടുമുക്കരകളോടും പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം വഴിപിഴച്ച വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു മടങ്ങി സത്യവിശ്വാസത്തിലേക്ക് വരിക. ഈ സത്യവിശ്വാസം എന്ന് പറയുന്നത് ഒരു സത്യമേ ഉള്ളൂ, ഒരു വിശ്വാസമേ സത്യമുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ ഞങ്ങൾ നിങ്ങളോട് ഇന്നും ബുദ്ധി ഉപദേശിക്കുകയാണ്. എന്നെ കേട്ടവരോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് ഒരാളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയല്ല. ആരൊരാൾ കർമ്മം ചെയ്ത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മം കൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ല. കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ വഴിക്ക് കാശ് പോയി മുമ്പോട്ട് പോകാന്നുള്ളതല്ലാതെ യാതൊരുവിധ പ്രയോജനമില്ല. എന്നെ കേട്ടവർ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് തിരിയുക, വിശുദ്ധ വേദപുസ്തകം മനസ്സിരുത്തി വായിക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യാൻ ഇന്ന് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ളവരും മറ്റുള്ളവരും യഹോവയും മറ്റുള്ളതിനെല്ലാം തെറിവ് പറഞ്ഞ് നടക്കുന്ന നിങ്ങളോടും പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വിശദമായിട്ട് വായിക്കുക.
തൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തെറ്റുകൾ കൊണ്ട് വിശുദ്ധ വേദപുസ്തകം തെറ്റാണെന്ന് നിങ്ങൾ പറയരുതേ. നിങ്ങൾ വഴിപിഴച്ച വിശ്വാസത്തിലൂടെ ജീവിക്കുന്നെന്നും പറയുന്നത് മുസ്ലിങ്ങളെ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർ വഴിപിഴച്ചവരാണ് നിങ്ങൾ പറയരുതേ. നിങ്ങളുടെ മേത്ത് എന്ത് പറ്റി അത് ബാക്കിയുള്ളവരുടെ മേത്തൂടെ പറ്റിക്കാന്നുള്ള പരിപാടി നടക്കത്തില്ല. കാരണം ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ ജീവനിലൂടെ ഞങ്ങൾക്ക് പ്രവേശിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അടിമകളായി ജീവിക്കുന്ന നിങ്ങൾക്ക് ഉടയവനെ എങ്ങനെ കർത്താവായ ദൈവം തമ്പുരാനെ എന്ന് വിളിക്കാൻ പറ്റും? മുസ്ലിങ്ങളെ, പക്ഷെ ഞങ്ങൾക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന ആ ദൈവത്തിനെ, ആ സർവശക്തനായ ദൈവത്തെ, ബൈബിളിൽ പറയുന്ന ദൈവത്തെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയും എന്താണ് തൃത്വം എന്നുള്ളത്. തൃത്വം എന്താണെന്ന് ചോദിക്കുന്ന ഒരു തൗഹീദ് എന്താണെന്നുള്ളത് എഴുതിയിട്ടേക്കണേ. അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാകും. അതുകൊണ്ട് ഒരിക്കൽക്കൂടെ പറയാണ്, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ, ഒരു നിത്യമായ ജീവിതത്തിന് ആവശ്യമായ, ഒരു നിത്യമായ സ്വർഗീയ പ്രവേശനത്തിന് ആവശ്യമായ കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എന്നെ കേട്ട എല്ലാവരെയും അടുത്ത എപ്പിസോഡിൽ കാണും വരെ ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ, അടുത്ത എപ്പിസോഡിൽ ഈ കുഞ്ഞിനെ തന്നെ നമുക്കൊന്നുകൂടെ ഒന്നെടുക്കാം. ഈസയെ പറ്റി ചില കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. അതിന് ഒരു മറുപടി ഇനി ഉടനെ ഉണ്ടാകും. കർത്താവ് അനുവദിച്ച എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ സത്യവചനത്തിന്റെ സത്യവഴിയിലൂടെ വരിക. കർമ്മം കൊണ്ട് ആരും രക്ഷപ്പെടത്തില്ല. കർമ്മം കൊണ്ട് ആർക്കും സ്വർഗവും ലഭിക്കത്തില്ല. കർമ്മം ഈ ഭൂമിയിലെ കാര്യമാണ്. കർമ്മത്താലല്ല, വിശ്വാസത്താൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം വായിച്ച് മനസ്സിലാക്കി ആ നിത്യജീവന അവകാശികളായി തീർന്ന് ആ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.